ഹലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ടാണ് ട്ടോ. പൊതുവെ നമ്മൾ എല്ലാവരും കാർഡ്ബോർഡ് പീസസ് വെറുതെ വലിച്ചെറിയാറല്ലേ പതിവ്. ഇനി അങ്ങനെ ചെയ്യരുത് ട്ടോ. അത് എടുത്തു വെച്ചോളൂ. നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്തെടുക്കാം ട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ട് വാൾ ഷെൽഫാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഒന്നല്ല, നമ്മൾ 2 വാൾ ഷെൽഫാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വാൾ ഷെൽഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്വയർ ആയിട്ട് കാർഡ്ബോർഡ് പീസസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ആ സ്ക്വയറിനുള്ളിൽ ഒരു കുഞ്ഞു സ്ക്വയറും കൂടി വരച്ചെടുത്തിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കട്ടോ. ഈ കട്ട് ചെയ്ത പീസ് ഇനി നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്കത് ഏതെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ നല്ല രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇപ്പൊ ഇതിന്റെ ഷെൽഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസസ് ഒന്ന് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഷെൽഫിന്റെ പീസില്ലേ, അതിന് ചുറ്റോരം നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മാസ്കിംഗ് ടേപ്പ് എന്തിനാണ് ഒട്ടിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കാർഡ്ബോർഡ് പീസസിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് കിട്ടാനും നല്ല രീതിയിൽ പെയിന്റ് അടിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു ഫിനിഷിംഗ് കിട്ടും. ഇനിയിപ്പതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ സ്ക്വയർ ഇല്ലേ, അതിൽ നമ്മൾ ബാംബൂ സ്റ്റിക്ക് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ഷെൽഫും ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലൂ ഗൺ ആണേ. ഇനിയിപ്പോ എന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ അടിച്ചു കൊടുത്തിട്ടുള്ളത് വൈറ്റിൽ കുറച്ച് റെഡ് മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. നിങ്ങളുടെ റൂമിനും നിങ്ങളുടെ വീടിനും ഒക്കെ മാച്ച് ആയിട്ടുള്ള ഒരു കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഇതിന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും ആയാൽ തന്നെ നമ്മുടെ അടിപൊളി വാൾ ഷെൽഫ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പൊ ഇനി നമ്മുടെ രണ്ടാമത്തെ വാൾ ഷെൽഫിലേക്ക് നമുക്ക് പോവാട്ടോ. അപ്പൊ ഇതിനും ഇതുപോലെ കട്ടിയുള്ള നല്ല കാർഡ്ബോർഡ് പീസസ് ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും ആയിട്ടുള്ള കാർഡ്ബോർഡ് പീസസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായിട്ടുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും കട്ടിയുള്ള കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കൂട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വാൾ ഷെൽഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു സർക്കിൾ വരച്ചെടുക്കണേ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സർക്കിൾ തന്നെ കേട്ടോ വരച്ചിട്ടുള്ളത്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കട്ടിംഗ് നൈഫ് ആണ് കേട്ടോ. കത്രിക യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാം. എൻ്റെ കട്ടിംഗ് നൈഫ് ചെറുതായിട്ട് അതിന്റെ ഷാർപ്നെസ് ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കത്രിക വെച്ചിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതുപോലത്തെ നീളത്തിലുള്ള കാർഡ്ബോർഡ് പീസസ് ഇല്ലേ, അതൊന്ന് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇതിൽ ഇടയിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പില്ലേ, അത് ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനത്ര ഫിനിഷിംഗ് ഉള്ള പോലെ തോന്നൂല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഇതൊക്കെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് കുറച്ച് മെഷർമെന്റ് ഒക്കെ എടുത്തൊന്ന് അളന്ന് വരക്കുക. അതിന് മേലെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും ചാഞ്ഞിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഫെവിക്കോൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ. പക്ഷെങ്കിൽ അത് കുറച്ച് നേരം നമ്മളത് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. എന്നാലാണ് അത് ഒട്ടി നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗമ്മി യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഷെൽഫ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗമ്മ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. കാരണം ഷെൽഫിൽ നമ്മൾ അത്യാവശ്യം കനമുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അത് വീഴാതിരിക്കണല്ലോ. അതത്രയും ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി എക്സസ് ആയിട്ട് വന്നിട്ടുള്ള പോർഷൻസ് ഒക്കെ കത്രിക യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ടേ. നേരത്തെ നമ്മൾ ചെയ്തെടുത്ത ഷെൽഫിന് ഒരു ഷെൽഫാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് 2 എണ്ണം കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള വാൾ ഷെൽഫിന് ഒരു പിങ്ക് കളറല്ലേ നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇതൊരു ആന്റിക് ടൈപ്പിലേക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ബ്ലാക്ക് കളർ ചൂസ് ചെയ്തത്. ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം കുറച്ച് മെറ്റാലിക് കളറും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള വാൾ ഷെൽഫുകളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമന്റ് ബോക്സ് വഴി നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ.
അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വാൽ ഷെൽഫും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ.